വല്ലപ്പുഴയിലെ കുറിച്ച് ഇവിടെ പറഞ്ഞു മൗലവി. വല്ലപ്പുഴയിൽ എന്താ സംഭവിച്ചറിയ നിങ്ങൾക്ക്? വല്ലപ്പുഴയില് മൗലിദുകളെ മൗലിദിനെ കുറിച്ച് ഒരു ചർച്ച. മൗലിദിനെ കുറിച്ചുള്ള ചർച്ചയിൽ ഞങ്ങൾ പറഞ്ഞു മൗലിദൊക്കെയും ശിർക്കാണ് എന്ന് ഉമർ മൗലി പറഞ്ഞിട്ടുണ്ട്. ഉള്ളടക്കത്തിൽ യാതൊരു തെറ്റുമില്ലാത്ത മൗലൂദായാലും മേൽപ്പറഞ്ഞ ശിർക്കിൽ നിന്ന് രക്ഷയില്ല. അള്ളാഹു അല്ലാത്തവരുടെ പൊരുത്തവും അടുപ്പവും ആഗ്രഹിക്കുക എന്ന ശിർക്കിന്റെ അടിസ്ഥാനം എല്ലാ മൗലിദിലുമുണ്ട്. അതിനാൽ മൗലിദൊക്കെയും ശിർക്കാകുന്നു. ബർദംഗി മൗലിദായാലും മങ്കൂസ് മൗലിദായാലും ഏത് മൗലിദാണെങ്കിലും എല്ലാ മൗലിദും ശിർക്കാകുന്നു. ഈ വാദം മുജാഹിദുകൾ എഴുതിത്തരാൻ തയ്യാറുണ്ടോ, എന്നിട്ട് സുന്നികളുമായി സംവാദത്തിന് തയ്യാറുണ്ടോ എന്ന് പല പ്രാവശ്യം മുജാഹിദുകളുടെ മുഖത്ത് നോക്കി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചപ്പോ അതിന് തയ്യാറാവാതെ തടിയുരുകയായിരുന്നു ചെയ്തത്. അവര് പറഞ്ഞതെന്താ? മൗലിദെല്ലാം ശിർക്കല്ല, മൗലിദിൽ ശിർക്കുള്ളതും ഉണ്ട്. കെ മൗലവി പറഞ്ഞതെന്താ? മൗലിദൊക്കെയും ശിർക്കാകുന്നു, എല്ലാ മൗലിദും ശിർക്കാകുന്നു എന്ന് എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്ത ആളുകൾ സുന്നികളുടെ മുമ്പിൽ മുഖാമുഖമിരുന്നപ്പോ അവര് ആ വാദം എഴുതാൻ തയ്യാറായില്ല. എന്നിട്ട് മൗലിദൊക്കെയും ശിർക്കാണെന്ന വാദം ഞങ്ങൾക്കില്ല, മറിച്ച് ചില മൗലിദിൽ ശിർക്കുണ്ട് എന്നാണ് എഴുതേണ്ടത് എന്ന് വാദം മാറ്റി എഴുതിയിട്ട് ആ വാദപ്രതിവാദത്തെ കുറിച്ച് വ്യവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ ഒരു മൗലവി പറഞ്ഞത്. നമ്മളൊക്കെ പിൻവലിച്ചു. നമ്മൾ എന്നും പറയുന്നതാണ്, വല്ലപ്പുഴയിലും പറഞ്ഞത്, മൗലിദ് എന്ന പേരിൽ എഴുതപ്പെടുന്ന, രചിക്കപ്പെട്ട, ഇറങ്ങപ്പെടുന്ന മുഴുവൻ ഏടുകളും സ്വീകരിക്കുവാൻ സുന്നികൾ ആരോടും പറഞ്ഞിട്ടില്ല സുഹൃത്തുക്കളെ. മറിച്ച് കള്ളത്വരീക്കത്തുകൾ അവര് മാലകൾ ഉണ്ടാക്കാറുണ്ട്, മൗലിദുകൾ ഉണ്ടാക്കാറുണ്ട്, ഷിയാക്കൾ മൗലിദ് ഉണ്ടാക്കാറുണ്ട്, മാലയുണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ മുജാഹിദുകളും മാലയും മൗലിദും ഉണ്ടാക്കിയിട്ടുണ്ട്. ഉമർ മാല നമുക്കറിയാം. എന്തൊക്കെയാണ് ഉമർ മൗലവിയെ കുറിച്ച് അവര് തന്നെ പാടിയതെന്താ? സ്വർഗത്തിലേക്ക് കുതിച്ചുഹോ ചേതന എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് നേരെ ബാണം വിട്ടതുപോലെ മൗലവി പോയി എന്നറിയുന്ന മൗലവിയെ കുറിച്ച്, ഉമർ മൗലവിയെ കുറിച്ച് മാല പാടിയ ആളുകളാണിത്. അതുപോലെ തന്നെ لقمانا مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഇതേതറിയോ? ഇത് കെ.എം. മൗലവിയെ കുറിച്ച് മുജാഹിദുകൾ ഉണ്ടാക്കിയ മാലയാണ്. സത്യം പറയുന്ന വിഷയത്തിൽ മൗലിദ, സത്യം പറയുന്ന വിഷയത്തിൽ കാന അബൂബക്കറിൻ. ആര്? കെ.എം. മൗലവി അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ധീരതയുടെ വിഷയത്തിലോ, ധീരതയുടെ വിഷയത്തില് അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു. ജനങ്ങൾക്കിടയിൽ നീതി പാലിക്കുന്ന വിഷയത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ജനങ്ങൾക്ക് ഉപദേശം പറയുന്ന വിഷയത്തിൽ ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു ആയിരുന്നു. ആര്? കെ.എം. മൗലവി. എന്ന് കെ.എം. മൗലവിയുടെ മദ്ഹ് ഉണ്ടാക്കിയ ആളുകളാണ്, മൗലിദ് ഉണ്ടാക്കിയ ആളുകളാണ്. ആര്? മുജാഹിദുകൾ. അതേ മുജാഹിദുകൾ മൗലിദ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ കെ.എം. മൗലവിയുടെ, ഉമർ മൗലവിയുടെ മാലയുണ്ടാക്കിയിട്ടുണ്ട്. ഷിയാക്കൾ മൗലിദ് ഉണ്ടാക്കിയിട്ടുണ്ട്. കള്ളത്വരീക്കത്തുകാർ മാലയുണ്ടാക്കിയിട്ടുണ്ട്. ആ മാലകളും മൗലിദുകളും മുഴുവനായി അംഗീകരിക്കുമെന്ന വാദം ഞങ്ങൾ ഒരിടത്തും എവിടെയും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ പലതും നിങ്ങൾ കടത്തിക്കൂട്ടുണ്ടായേക്കാം. അതിന് മുഴുവനും ഉത്തരം പറയേണ്ട ബാധ്യതയും ഞങ്ങൾക്കില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മഹാന്മാരുടെ മദ്ഹുകൾ പറയുന്നത് ശരിയോ തെറ്റോ, അതാണ് നിങ്ങളും നമ്മളും നമ്മളുടെ തർക്കം. എന്നിട്ട് എല്ലാ മൗലിദൊക്കെയും ശിർക്കാണെന്ന് പറയുന്ന ആളുകളോട് വല്ലപ്പുഴയിൽ വെച്ച് നമ്മൾ ചോദിച്ചു, ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലിദുകളെല്ലാം അതിന് യാതൊരു കുഴപ്പമില്ല, അത് ചെല്ലൽ സുന്നത്താണ്, പുണ്യമാണ് എന്ന് വാദിക്കാൻ ഞങ്ങൾ തയ്യാറാണ്ട്, നിങ്ങൾ തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോൾ അവർ ചോദിക്കാൻ, നിങ്ങള് അംഗീകരിക്കുന്ന മൗലിദിന്റെ ലിസ്റ്റ് പറഞ്ഞു തരണമെന്ന്. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലിദ് ലക്ഷക്കണക്കിനുണ്ടാവും, ലിസ്റ്റ് ആക്കാന്നുണ്ടെങ്കിൽ ഇപ്പോ ലിസ്റ്റ് ആക്കാനുള്ള സമയം ഉണ്ടാവുള്ളൂ. അപ്പോ അവര് പറഞ്ഞു, അങ്ങനെ ലിസ്റ്റ് മുഴുവൻ എഴുതി തരാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ എന്നാ പിന്നെ
നിങ്ങൾ പറയൂ ഏതൊക്കെ മൗലിദാണ്, എണ്ണം പറയൂ. ഞങ്ങൾ പറഞ്ഞു എണ്ണം പറയാൻ കഴിയില്ല. ഒരു കാര്യം പറയാം, എല്ലാ മൗലിദും കൂടി ഇപ്പൊ ചർച്ച ചെയ്യാൻ കഴിയില്ലല്ലോ. നമ്മൾ സാധാരണയായി നമ്മുടെ നാട്ടിൽ നിലവിലുള്ള ഒരു 5 മൗലിദ് എടുക്കുക, അതിനെക്കുറിച്ച് ആദ്യം ചർച്ച ചെയ്യാം, എന്നിട്ട് ബാക്കി മൗലിദിനെ കുറിച്ച് ചർച്ച ചെയ്യാം. മൗലവിമാർ തയ്യാറായില്ല. അവിടെ ഉണ്ടായിരുന്ന സാധാരണക്കാരായ ആളുകൾ അവരോട് ചോദിച്ചു, മങ്കൂസ് മൗലിദും ശറഫുൽ അനാമും ബിദ്അത്താണെന്ന് നിങ്ങൾക്ക് വാദമില്ലേ? അവര് പറഞ്ഞു അതെ, ആ വിഷയത്തിൽ മാത്രം ഒരു സംവാദം നടത്തിക്കൂടെ ചോദിച്ചു. അവര് പറഞ്ഞു നടത്താൻ തയ്യാറല്ല. സുന്നികൾ സാധാരണ പാരായണം ചെയ്യുന്ന 5 മൗലിദുകൾ, അതിലൊരു സംവാദം നടത്തിക്കൂടെ? ഇല്ല, അവർ ലോകത്തുള്ള മൗലിദ് ഒന്നായിട്ട് സംവാദം നടത്തണം. ഞങ്ങൾ പറഞ്ഞു എല്ലാ മൗലിദുകളും സംവാദം നടത്താൻ, എല്ലാ മൗലിദുകളും ഞങ്ങൾ അംഗീകരിക്കണ്ടേ? സിയാക്കൾ ഉണ്ടാക്കുന്ന മൗലിദുകൾ ഉണ്ടാകും, കള്ളത്തരീക്കത്തിൽ ഉണ്ടാക്കുന്ന മൗലിദുകൾ ഉണ്ടാകും. അതുകൊണ്ട് മങ്കൂസ് മൗലിദ് നിങ്ങൾ അംഗീകരിച്ചോ? വ്യംഗ്യമായി മങ്കൂസ് മൗലിദ് പോലും അംഗീകരിച്ചിട്ട് ആ മൗലിമാരോട് സ്ഥലം വിട്ടത്. അല്ലെങ്കിൽ ആ 5 മൗലിദുകൾ തയ്യാറാവണ്ടേ? അവർ തയ്യാറായില്ല. എന്നിട്ട് വലിയ ആഘോഷമായി അതൊക്കെ പറഞ്ഞു നടക്കുകയാണ്. എന്നാൽ നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ? നിങ്ങളൊക്കെ ഒരു കാലത്ത് മൗലിദ് ഓതിയവരായിരുന്നു, മൗലിദിന്റെ സദ്യ കഴിച്ചവരായിരുന്നു, അതിൽ പുണ്യമുണ്ട് എന്ന് വാദിച്ചവരായിരുന്നു. ആ കഥയൊക്കെ നിങ്ങൾ മറന്നുപോയോ മൗലവിമാരെ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എത്രയെത്ര മൗലിദ് പരിപാടികളിലാണ് മുജാഹിദുകൾ പങ്കെടുത്തത് എന്ന് നിങ്ങൾക്ക് വല്ല ധാരണയുമുണ്ടോ? ഇവര് ഏറിയാട് സ്കൂളിൽ വെച്ച് ചേർന്ന മൗലിദ് പരിപാടിയിൽ പങ്കെടുത്തതും അതിൽ സദ്യ വിതരണം ചെയ്തതുമൊക്കെ ഇവര് തന്നെ ധാരാളം സ്ഥലത്ത് എഴുതി വെച്ചത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഒരുപാട് സ്ഥലത്ത് മൗലിദ് ഓതണമെന്നും മൗലിദ് ഓതുന്നത് പുണ്യകരമാണെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഗതമാകുമ്പോ നമ്മളെ വല്ലാതെ സന്തോഷിക്കണമെന്നുമൊക്കെ പച്ച മലയാളത്തിൽ എഴുതി വെച്ച ആളുകളാണ് ഇപ്പോൾ പറയുന്നത് അങ്ങനെ ഞങ്ങൾക്കൊരു വാദമൊന്നുമില്ല. നോക്കൂ നിങ്ങൾ, ഈ സന്ദർഭത്തിൽ മുജാഹിദുകളുടെ മാസിക ഞാൻ വായിക്കേണ്ടത്, ഈ സന്ദർഭത്തിൽ 2 കൊല്ലമായി മുസ്ലിം ഐക്യ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തി വരാറുള്ള മൗലിദാഘോഷം ഈ പ്രാവശ്യവും റബീഉൽ അവ്വൽ 12-ാം തീയതി ഭംഗിയായി കഴിഞ്ഞുകൂടി എന്ന വിവരം ഞങ്ങൾ സന്തോഷപൂർവ്വം അറിയിക്കുന്നു. ഏറിയാട് ലോവർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് കൊണ്ടാടപ്പെട്ട സുദിനത്തിൽ കൂടിയ വിദ്യാർത്ഥി സമ്മേളനത്തിലും മഹായോഗത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം, ബാല്യം, മതപ്രചാരണം, സ്വാഭാവിക സ്വഭാവ വൈശിഷ്ട്യം എന്നിങ്ങനെ നബി ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെക്കുറിച്ച് മലയാളത്തിൽ ഓരോ മാന്യന്മാർ പ്രസംഗിച്ചു. അർത്ഥമറിയാത്ത കുറെ അറബി വാചകങ്ങൾ വായിക്കാതെ മൗലിദ് ശരിപ്പെടുകയില്ല എന്ന് ശഠിക്കുന്നവർക്ക് നീരസം തോന്നാതിരിക്കത്തക്കവണ്ണം അറബിയിൽ മൗലിദ് ഓതാനും കുറെ സമയം വിനിയോഗിക്കാതിരുന്നില്ല. യോഗത്തിൽ സംബന്ധിച്ചവർക്കും അല്ലാത്തവർക്കും ഒരു വിരുന്ന് നൽകുകയുമുണ്ടായി. അൽ ഇർഷാദ് 1343 റബീഉൽ അവ്വൽ മാസം ഇറങ്ങിയ മുജാഹിദുകളുടെ അൽ ഇർഷാദ് മാസികയിൽ നിന്നാണ് ഞാൻ വായിച്ചത്. അതുപോലെ അൽ മുർഷിദ് ഇവരുടെ വേറെ മാസികയാണ്. ഇതിലെന്താ എഴുതിയത് നോക്കൂ. അൽ ഇർഷാദിൽ റബീഉൽ അവ്വൽ ആരംഭം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് കൊണ്ടാടുക എന്ന സമ്പ്രദായം മശ്രിഖ് മുതൽ മഗ്രിബ് വരെ നടന്നു വരുന്ന ഒന്നാണല്ലോ. മുസ്ലിങ്ങൾ താമസിച്ചു വരുന്ന ഏതെങ്കിലും ഒരു രാജ്യത്ത് ഈ ആചാരം ഇല്ലെന്ന് പറയുവാൻ സാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്ത് ചെയ്തു കൊടുത്തിട്ടുള്ള അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് നാം ലോകത്തെ അറിയിച്ചു കൊടുക്കണം. അതാണ് നമ്മുടെ ചുമതല. എന്നാൽ കുറച്ചു കാലം മുമ്പ് വരെ ഈ മഹാത്മാവിന്റെ മഹത്വത്തെ അറിയിക്കുവാനും പഠിക്കുവാനുള്ള യാതൊരു മാർഗവും മലയാളത്തിൽ ഉണ്ടായിരുന്നില്ല. റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ മൗലിദ് വളരെ ഭംഗിയായി കഴിക്കുന്ന സമ്പ്രദായം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. എങ്കിലും അത് അറബി ഭാഷയിലായിരുന്നത് കൊണ്ട് പറയത്തക്ക ഫലമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇടക്കാലത്ത് ചില സ്ഥലങ്ങളിൽ അർത്ഥം പറഞ്ഞുകൊണ്ട് മൗലിദ് ഓതാൻ തുടങ്ങിയിട്ടുണ്ട്. അധിക സ്ഥലങ്ങളിലും പൊതുയോഗങ്ങൾ നബിയുടെ മഹാത്മത്തെക്കുറിച്ച് പ്രസംഗങ്ങൾ നടത്തി വരുന്നുണ്ട്. ഇതെല്ലാം ഏറെക്കുറെ സന്തോഷകരം തന്നെ. മൗലിദ് ഓതാം, അറബിയിൽ മാത്രം ഓതിയാൽ പോരാ, മലയാളത്തിലും ഓതണമെന്നേ ഉള്ളൂ. ചീർണിയും കൊടുക്കാം. ഈ ചീർണിയിൽ നിന്ന് ഏമ്പക്കവുമിട്ട് ആളുകൾ മരിച്ചുപോയില്ലേ? KM മൗലവി അവരുടെയൊക്കെ അവസ്ഥ എന്താണ്? മൗലവിമാരെ ഇവിടെ വന്നുകൊണ്ട് മൗലിദ് ഓതൽ ശിർക്കാണെന്നും മൗലിദായ മൗലിദൊക്കെയും ബിദ്അത്താണെന്നും പറയുന്ന ആളുകൾ KM മൗലവിയെ കുറിച്ച് എന്ത് പറയുന്നു? മൗലിദ് കഴിച്ച് അതിന്റെ ചീർണിയിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുണ്ടല്ലോ മൗലവിമാർ, അവരുടെ ഖബറിലേക്കാണ് പുതിയ ആയത്തും പുതിയ ഹദീസും നിങ്ങൾ ഒഴിച്ചു കൊടുക്കേണ്ടത്.